ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അല്ലല്ല, താങ്കൾ ആദ്യം പറഞ്ഞു ഇല്ലല്ല താങ്കൾക്ക് ഈ സമയം തരാൻ പറ്റില്ല. കേരള അല്ലല്ല, താങ്കൾ വീണ്ടും ആ വാദം ഉന്നയിക്കുകയാണ്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? അത് പറഞ്ഞപ്പോൾ താങ്കൾ പിന്നെ അത് പറഞ്ഞു മന്ത്രിതലത്തിൽ ചർച്ച നടന്നിട്ടില്ലല്ലോ എന്ന്. പിന്നെ പറഞ്ഞു ഇതൊക്കെ ഇവിടെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന്. ആർക്കറിയാവുന്ന കാര്യം? നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബാർ ഉടമയായ അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതുകൊണ്ടാണ് ഇത് കൈയോടെ പിടിക്കപ്പെട്ടത് ശ്രീ കെ അനിൽകുമാർ. അല്ലെങ്കിൽ ഇത് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല, ഇതാരും അറിയാനും പോകുന്നില്ല. അതാണ് ചാമക്കാല പറഞ്ഞത്. ഇലക്ഷന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ചില കാര്യങ്ങൾ ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കാതിരിക്കുന്നതിന് കാരണം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മന്ത്രിമാർ പറയുകയാണ് ഇവിടെ ഒരു ചർച്ചയും നോക്കരുതെന്ന്. ജനിച്ച കുഞ്ഞിന്റെ തന്നെ ജാതകമാണ് നോക്കുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മറുപടി പറയാം. മറുപടി പറയാം. ഞാൻ ഒരു വാദത്തിനും മാറിയിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബാർ ഹോട്ടലിന്റെ സമയം തുറന്നിരിക്കുന്നതും കുറഞ്ഞിരിക്കുന്നതും ഹൗസ് ബോട്ടുകാരെ മനസ്സിലാക്കുന്നുള്ള നിങ്ങളുടെ ബുദ്ധി ചില്ലിട്ട് വെക്കേണ്ട ബുദ്ധിയാ. ഒരു ബുദ്ധിയുമല്ല. എല്ലാവർക്കും താല്പര്യമുണ്ട്. അല്ലല്ല, താങ്കൾ ആദ്യം പറഞ്ഞു ഇല്ലല്ല താങ്കൾക്ക് ഈ സമയം തരാൻ പറ്റില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അല്ലല്ല, താങ്കൾ വീണ്ടും ആ വാദം ഉന്നയിക്കുകയാണ്. കേരള ട്രാവൽ മാർട്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ പ്രസിഡന്റിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപ് പറയും. ജോസ് പ്രദീപിനെ വിളിച്ചു നോക്കൂ. ശ്രീ ജോണി ചാമക്കാല, താങ്കൾ വെറുതെ വന്നിരുന്ന കാളമൂത്രം പോലെ പറഞ്ഞു പോകുന്നതാണോ ഈ മെയ് 22-ന് സെക്രട്ടറിമാരുമായിട്ട് ടൂറിസം മന്ത്രി കണ്ടുവരുന്ന കാര്യവും ജൂൺ 10-ലെ കാര്യവും? അല്ല, സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ജ്യോതികുമാറിനോട് ചോദിച്ചത്. ഇത് തെറ്റാണ്. ഇല്ലല്ല, ഇത്രയും സമയം അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണം. ഒരു പ്രധാനപ്പെട്ട ആരോപണം ശ്രീ കെ അനിൽകുമാർ താങ്കൾ ചാമക്കാലയ്ക്കെതിരെ ഉന്നയിച്ചു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കാളമൂത്രം പോലെ പറഞ്ഞിട്ട് പോകരുത് എന്ന് പറഞ്ഞു. മെയ് 22-ലെ കാര്യവും ജൂൺ 10-ലെ കാര്യവും അതിനുള്ള മറുപടിക്ക് ചാമക്കാലയ്ക്ക് അവസരം കൊടുത്തേ പറ്റൂ. ചാമക്കാല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഞാൻ അദ്ദേഹത്തിന് അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ റിയാസിനെ ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് റിയാസിനെ സംബന്ധിച്ചാണ്. റിയാസ് അഴിമതിക്കാരനാണെന്ന് ഞാൻ മാത്രമല്ല ഇപ്പൊ താങ്കൾ സമ്മതിക്കുന്ന തുല്യമാണ്. ഏതായാലും ഉടക്കട്ടെ. അതല്ല ഉദ്ദേശം. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? 21-ാം തീയതി ഇത്തരത്തിൽ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. 22-ാം തീയതി ഞാൻ പറഞ്ഞത് വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അതൊക്കെ പറയാൻ അവസരം താങ്കൾ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. നമ്മുടെ മേക്കിട്ട് കയറാൻ മര്യാദ കാണിക്കണം. അനിൽകുമാറെ, ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ആരെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ക്ലിപ്പോസിന് കോളൊന്നും വിചാരിച്ചിട്ട് ചാനൽ ന്യൂസ് എയ്റ്റീനാണ്. ക്ലിപ്പോസിന്റെ അടുക്കളയിൽ ചർച്ച നിലപാട് മാറ്റിയില്ല. അനിൽകുമാർ മിണ്ടാണ്ടിരുന്നോട്ടോ, കുത്തിക്കളഞ്ഞ മര്യാദ കാണിക്കണം. എനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. മഞ്ജുഷ നടക്കത്തില്ല. ആഞ്ജനേയ സ്വാമി സമ്മതിക്കില്ല. മഞ്ജുഷ കളവ് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നത് അനിൽകുമാർ ചർച്ച വന്നിട്ട് വെച്ച് പറയാതെ ശ്രീ കെ അനിൽകുമാർ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. ഒരു കാരണവശാലും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ചേ മതിയാവൂ. എനിക്കെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞേ മതിയാവൂ. താങ്കൾക്ക് അനിലെ താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരമാണ് തന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ജ്യോതികുമാറിനും പത്മകുമാറിനും ഒട്ടും സമയം കൊടുത്തില്ല. ഒരു ജ്യോതികുമാർ പറയട്ടെ. താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾക്ക് എത്ര സമയം കിട്ടിയെന്ന് നോക്കൂ ജ്യോതികുമാർ. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ഭാഗം എനിക്ക് ന്യായീകരിക്കണം. എനിക്കതിന് സമയം വേണം. അപ്പൊ അത് മ്യൂട്ട് ചെയ്യൂ മഞ്ജുട്ടെ. നീ മ്യൂട്ട് ഇല്ല, അല്ല പറ്റില്ല. ജ്യോതികുമാർ പറയട്ടെ. ജ്യോതികുമാർ പറയട്ടെ. ഒരു കളവുമില്ല അനിലെ. ഞാൻ നിലപാട് മാറ്റിയില്ല. ശരി, താങ്കൾ നിലപാട് മാറ്റിയില്ല, അത്രേ ഉള്ളൂ. ശ്രീ ജ്യോതികുമാർ അല്ല, ഞാൻ ചർച്ച മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പറയുകയാണ്. അനിൽ മിണ്ടാതിരിക്കൂ. അനിൽ നിലപാട് മാറ്റിയൊന്നും ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇല്ല, ജ്യോതികുമാർ പറയൂ. ഇത് അലുമ്പാക്കാൻ വേണ്ടിയാണ്, വസ്തുതകൾ പറയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളെ തിരുത്തണം. നിങ്ങളെ തിരുത്തിയില്ല ഞാൻ ഇവിടെ എന്താ പ്രശ്നം? പിന്നെ ജ്യോതികുമാർ ഇവിടുത്തെ പ്രശ്നം ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി നിലപാട് മാറ്റി നിങ്ങൾ കളവ് പറഞ്ഞു. നിങ്ങൾ തിരുത്തിയാൽ ഞാൻ നിർത്താം. തിരുത്തിയാൽ ഞാൻ നിർത്താം. നിങ്ങൾ തിരുത്തണം. മ്യൂട്ട് ചെയ്തേ മഞ്ജുട്ടെ, സംസാരിക്കട്ടെ. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ തെറ്റായ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ നിലപാട് മാറ്റിയിട്ടില്ല. അനിൽകുമാറെ അനിൽകുമാറെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജ്യോതികുമാർ നടക്കത്തില്ല പരിപാടി. ആയിക്കോട്ടെ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? മര്യാദ കാണിക്കണേ. നിങ്ങൾ ആരും ഞങ്ങളുടെ മേലെയല്ല. അല്ല, ആരും ആരുടെയും മേലെയല്ല. ജ്യോതികുമാർ മഞ്ജുഷ് ശരി, വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ജ്യോതികുമാർ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അല്ല, നിങ്ങളാണ് ഏറ്റവും മേളിൽ. നിങ്ങൾ കേട്ടെടുക്കുന്നേ. നിങ്ങൾ മഞ്ജുഷയെ പിടിക്കാത്തിരുന്നേ. ഞാൻ സംസാരിക്കട്ടെ ആദ്യം. ഇല്ല. വേണ്ട വേണ്ട, എല്ലാത്തിനും മേളിൽ ആളുണ്ടല്ലോ. ക്ലിപ്പ് ഹൗസിൽ അടുക്കള. അവിടെ ഞാൻ സംസാരിക്കട്ടെ. കേക്ക്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ മഞ്ജുഷയോട് പറഞ്ഞു, നിങ്ങളോടല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ മര്യാദ കാണിക്കണം. എന്റെ അവസരത്തിൽ സംസാരിക്കുന്നത്. അല്ല, നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കാം. താങ്കൾ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങാതെ. നിങ്ങൾ എന്റെ കുട്ടികളെ പോലെ തുടങ്ങാതെ. ജ്യോതികുമാർ പറയട്ടെ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പറഞ്ഞത് രാമക്കാലം എന്തിനാണ് ഇടപെടുന്നത്? അല്ലേ, താങ്കൾ ഈ കൊച്ചു കുട്ടികളെ പോലെ സംസാരം നിർത്തൂ. എന്റെ അവകാശം. എന്റെ അവസരത്തിലാണ് പറഞ്ഞത്. പറയാൻ മനസ്സിലാവില്ല എനിക്ക്. അയ്യോ, എനിക്കിപ്പോ ബോധം കുട്ടികളെ നിങ്ങൾ വിഡ്ഢിത്തരം. അതൊക്കെ വീട്ടിൽ പോയി പറയണം. എന്റെ അവസരത്തിൽ സംസാരിക്കരുത്. ജ്യോതികുമാർ പറയട്ടെ. നിങ്ങൾ ഇവിടെ കള്ളത്തരം പറഞ്ഞാൽ ഞാൻ നിലപാട് മാറ്റി കള്ളം പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് താങ്കൾ എന്തിന്റെ കാര്യമായി പറയണേ? നിലപാടില്ലാത്ത അനിൽകുമാർ എന്ത് നിലപാടേ? എന്ത് കാര്യമാണ് താങ്കൾ പറയുന്നത്? ഏത് നിലപാട് മാറ്റിയത് നമുക്ക് ചർച്ച ചെയ്യാം. ഏത് നിലപാടിന്റെ കാര്യം താങ്കൾ പറയണത്? വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഒറ്റ സെക്കൻഡ്. രണ്ടു തവണ പറഞ്ഞിട്ട് താങ്കൾക്ക് മനസ്സിലായില്ല. രണ്ടു തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ല. താങ്കൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അതിനകത്ത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാവുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 7 പേരെന്ന് പറഞ്ഞു. താങ്കൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കൂ. താങ്കൾ കേരള ട്രാവൽ മാർട്ടിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കൂ. ജോസ് പ്രദീപിനെ വിളിച്ച് ചോദിക്കൂ. ധൈര്യമുണ്ടോ ചോദിക്കാൻ? വെറുതെ അനിൽകുമാറിനെ പോലെ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ ഈ ചർച്ച അലുമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കല്ലേ? ദിവസം 12 മണി വരെ നടക്കുന്ന ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേയുമായിട്ട് എന്ത് ബന്ധം? ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ശരി, ആയിക്കോട്ടെ. ഒരു കാര്യം ചുമ്മാ പറയുകയാണ്. എന്റെ പൊന്നു അനിൽകുമാർ, താങ്കൾ ഹൗസ് ബോട്ട് ഓണേഴ്സിനെ കാണുന്നതല്ലേ? കുമരകത്തല്ലേ താങ്കളുടെ വീട്? കുമരകത്തല്ലേ താങ്കളുടെ വീട്? ഏതെങ്കിലും ഒരു ഹൗസ് ബോട്ടുകാരനോട് ചോദിക്കൂ, ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതാണോ കുറയുന്നതാണോ അവർക്ക് താല്പര്യമെന്ന്. ആ ഒറ്റ മറുപടി കേട്ട് താങ്കൾ ഇവിടെ വന്ന് അതിനുള്ള മറുപടി പറയൂ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ശരി, ജ്യോതികുമാർ പറഞ്ഞോളൂ. അതൊക്കെ വേറെ കാര്യം. അല്ലല്ല, അത് വേറെ കാര്യമൊന്നുമല്ല ജ്യോതികുമാർ. പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.